ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. വിവാഹം കഴിഞ്ഞ ആളുകളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാർ, ഓക്കെ, അതായത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ ഭാര്യമാർ തമ്മിലുള്ള റിലേഷൻ. സോ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റ് പലർക്കും ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരു വീട്ടിൽ ഏട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലൈക്ക് അവർ സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയും സ്നേഹവും ഒക്കെ അവർ തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമ, ഒരുമിച്ച് പോകുന്നത് പല ഇൻലോസിനും, എസ്പെഷ്യലി അവരുടെ സിസ്റ്റേഴ്സിന്, നോട്ട് ഓൾ, ഒക്കെ ഞാൻ എല്ലാവരെയും അടച്ച് പറയല്ല, പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് വന്ന വ്യക്തികളാണ് അല്ലേ. അപ്പോൾ ഈ പുറത്തുനിന്ന് വന്ന വ്യക്തികൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ ഞങ്ങൾക്കെതിരായി പോകുമോ എന്ന ചിന്തയായിരിക്കാം അല്ലേ. വേറൊന്നും എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പലപ്പോഴും പല കേസസ് വരുന്ന സമയത്ത് പറയാറുണ്ട്, അവളും മൂത്ത മകൻ്റെ ഭാര്യയിലെ ഇളയ മകൻ്റെ ഭാര്യയും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് അവർ നിങ്ങളെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല അല്ലേ. നിങ്ങൾ പോയി രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഒരു സുരക്ഷിതമായ, അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ രാജകുമാരിയായി നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവരെ പറിച്ചെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പറിച്ചെടുത്ത് അവരുടെ കംഫർട്ടിൽ നിന്നിട്ട് അവർ സ്നേഹിച്ചോട്ടെ, അവർ സംസാരിച്ചോട്ടെ, അവർ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. നിങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഇങ്ങനത്തെ വ്യക്തികളുടെ ഉമ്മമാരോടും പെണ്ണുമാരോടാണ് കേട്ടോ. നിങ്ങൾ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലൊരാളെ പോലും കണ്ട് നിങ്ങളവരെ പരിഗണിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ, ഈ രണ്ട് കയറി വന്ന മക്കളും നിങ്ങളെ സ്നേഹിക്കില്ലേ? തീർച്ചയായും സ്നേഹിക്കും. കഴിയുന്നതും കയറി വന്ന മക്കളെ നിങ്ങൾ ലൈക്ക് സ്വന്തം മോളെപ്പോലെ എന്നുള്ളത് വേണ്ട, ഓക്കെ. ജസ്റ്റ് സീ ദം ആസ് യുവർ ഡോട്ടർ-ഇൻ-ലോ. അതായത് നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി കണ്ടാൽ മാത്രം മതി. മകളായി കാണണ്ട, മകളെ പോലെയൊന്നും പറയണ്ട. അറ്റ്ലീസ്റ്റ് അതായത് മകൻ്റെ ഭാര്യയാണ് എന്നൊരു കരുതലോട് കൂടിയെങ്കിലും നിങ്ങളവരെ കാണാൻ ശ്രമിക്കുക, നിങ്ങളവരെ പരിഗണിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മകൻ്റെ ഭാര്യ, അവൾക്കും കുടുംബമുണ്ട്, അവൾക്ക് കൂട്ടുണ്ട്, കുടുംബമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ വീട്ടിലത്തെ ഓരോ ഇൻസിഡൻസും, ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തമാശകൾ വരെ അവൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മരുമകൾക്കുമുണ്ട് വീട്, മരുമകൾക്കുമുണ്ട് വീട്ടുകാർ, അവൾക്കുണ്ട് പറയാൻ ഒരുപാട് കഥകൾ. അവർക്കത് കേൾക്കണ്ടേ, അവൾക്കത് പറയണ്ടേ. നിങ്ങളുടെ മകൾക്കാവാമെങ്കിൽ അവൾക്കുമാകും. ഒരിക്കലും അതിൻ്റെ ഒരു നെഗറ്റീവായി കാണാതെ എന്ത് പറഞ്ഞാലും അവൾ അതവിടെ പോയി പറയും. ആ ഒരു കാഴ്ചയൊന്ന് മാറ്റിക്കാണാം. അവൾ നിങ്ങൾക്ക് എതിരായിരിക്കില്ല പറയുന്നത്. നിങ്ങളെ വീട്ടിൽ നടക്കുന്ന കുഞ്ഞു അവൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആയിരിക്കാം, അതായിരിക്കും അവൾ ഇവിടെ പോയി ഷെയർ ചെയ്യുന്നത്. സോ ദയവ് ചെയ്ത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെ മകൻ്റെ ഭാര്യയായി കാണുക. മകളെപ്പോലെ എന്നുള്ള വാക്ക് വേണ്ട, നിങ്ങൾക്ക് അതിന് കഴിയില്ല. കഴിയുന്നവരുണ്ട്, പക്ഷെ കഴിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. മകൻ്റെ ഭാര്യയാണെന്നുള്ള ബോധത്തോടു കൂടി അവൻ അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അവളെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ നല്ല ബോധത്തോടു കൂടി. കാലം പഴയതല്ല, ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം പല കുട്ടികൾക്കും വിവാഹം കഴിക്കാൻ തന്നെ പേടിയാണ്. ഇങ്ങനത്തെ ഓരോ കഥകൾ കേട്ടിട്ടാണ് ആ പേടി. അപ്പം പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കുക, മകളെപ്പോലെ കാണാതെ മകൻ്റെ ഭാര്യയെ തന്നെ കണ്ടുകൊണ്ട് അവളുടെ ഭർത്താവിന്മേൽ അവൾക്ക് അവകാശമുണ്ടെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക, വീട് സ്വർഗമാക്കാൻ ശ്രമിക്കുക.